നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ നിസ്സാരമായിട്ട് എടുക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചില അവയവങ്ങളുണ്ട്. അവയുടെ സംരക്ഷണം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാറില്ല. അതിലൊന്നു തന്നെയാണ് ദന്ത സംരക്ഷണം. എന്നാൽ ഈ ദന്ത സംരക്ഷണം ചെറുപ്പം മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നും പല ദന്തരോഗങ്ങളും പ്രകാരം നമുക്ക് തടയാൻ കഴിയുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളിലുമുള്ള പല അസുഖങ്ങളും ദന്ത സംരക്ഷണത്തിന് വളരെയധികം, ദന്ത ചികിത്സയ്ക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരാറുണ്ട്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ദന്ത സംരക്ഷണം അങ്ങനെയുള്ളവർക്ക് ഏത് രീതിയിൽ വേണം, ഇതെല്ലാമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഡെന്റൽ സർവീസസ് കോർഡിനേറ്ററായ ഡോക്ടർ ഷീജിത്ത് പി.സി.എൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം ദന്ത സംരക്ഷണം തന്നെ നമുക്ക് ആദ്യം തുടങ്ങാമെന്ന് തോന്നുന്നു അല്ലേ? കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒരു സംശയമാണ്, എന്തിനാണ് പല്ലുകളെ ഇത്ര സംരക്ഷിക്കേണ്ടത്? പലപ്പോഴും പുഴു തിന്നുന്ന പല്ലൊക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ്. എന്താണ് ദന്ത സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ് തുടങ്ങാം? നോർമലി നമ്മുടെ ഒരു ഹ്യൂമൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫങ്ഷനിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള പല സോഴ്സസ് ഓഫ് എനർജി, അപ്പോൾ അതിൽ വായു ഉണ്ട്, അതൊക്കെ നമുക്ക് ശ്വാസകോശം വഴി വരുന്നു. പക്ഷേ എനർജി ഈസ് ആക്ച്വലി ഡ്രിവൺ ത്രൂ ഫുഡ്. അപ്പോൾ ഈ ഫുഡിൻ്റെ ആദ്യത്തെ ഇൻടേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ എൻട്രി പോയിൻ്റ് വായിൽ നിന്നും തുടങ്ങുമ്പോൾ പല്ലുകൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മളെപ്പോഴും ആഹാര സാധനങ്ങൾ കുടിക്കുക മാത്രമല്ല, അത് വിഴുങ്ങുക മാത്രമല്ല, അത് ചവയ്ക്കുന്നു, അരയ്ക്കുന്നു, വിഴുങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയാൽ, അപ്പോൾ ഇതെല്ലാം ഇവഞ്ച്വലി പല്ലിനല്ല ഗുണം, പല്ലിൽ ബാക്കിയുള്ള ഇതിൽ നിന്നും കിട്ടുന്ന വിറ്റാമിൻസ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും ഇതെല്ലാം ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ഘടനയ്ക്കും ഓരോ കോശത്തിനും ആവശ്യമായിട്ടുള്ളതുകൊണ്ട് പല്ലുകളുടെ സംരക്ഷണം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡോക്ടർ, ഇപ്പോൾ പ്രമേഹ രോഗം വളരെയധികം കൂടി വരുന്ന ഒരു കാലമാണിത്. നമുക്ക് കാര്യമായിട്ട് അറിയാം പ്രമേഹത്തിനെ കുറിച്ച്, എങ്കിൽ പോലും പ്രമേഹ രോഗികളുടെ നിരക്കുകളിൽ ഒരു കുറവുമില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രമേഹ രോഗം പലപ്പോഴും പല്ലുകളുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതായത് പ്രമേഹ രോഗികൾക്ക് പല്ലിന് പ്രശ്നങ്ങളുണ്ടായി കാണുന്നുണ്ട്, അവരുടെ ചികിത്സകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രമേഹം, ഡയബറ്റിസ് ഒരു കണ്ടീഷൻ ഓഫ് ലൈഫാണ്. അപ്പോൾ അത് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഇന്ന ഭാഗത്തിനെ അഫക്റ്റ് ചെയ്യുന്നൊന്നുമില്ല, ശരീരത്തിനെ മൊത്തം മുടി തൊട്ട് നഖം വരെ ഉള്ള എല്ലാ ഭാഗങ്ങളെയും അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ സാരാംശം. അപ്പോൾ അതിൽ പ്രാഥമികമായിട്ട് പ്രൈമറി ആയിട്ട് നമ്മളിപ്പോൾ ഡയബറ്റീസിൻ്റെ കൂടെ ടാഗ് ചെയ്യുന്ന 4-5 സിസ്റ്റംസ് ഉണ്ട്. അതിലൊന്ന് കണ്ണാണ്, കണ്ണിന് കാഴ്ച മങ്ങുന്നു എന്നുള്ളത്. 2 കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നുള്ളത്. 3 ഞരമ്പുകളുടെ കൈകാലുകളുടെ അഗ്രങ്ങളിൽ കുറച്ച് കോച്ചി വലിക്കുക, അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ഒരു മരവിപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള പെരിഫറൽ ന്യൂറോപ്പതി. 4 പല്ലിൻ്റെ സിസ്റ്റമാണ്. അപ്പം പ്രൈമറി ആയിട്ട് ഡയബറ്റീസിനെ അഫക്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റം ഡെൻ്റൽ സിസ്റ്റമാണ്. അപ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്നത് പല്ല് പോടുണ്ടാക്കുക, കിഴുത്തുണ്ടാക്കുക, ഇതൊന്നുമല്ല ഡയബറ്റീസിൻ്റെ റോള്. നമ്മൾ കോമൺ ആയിട്ട് ഒരു വ്യക്തിയിൽ കാണുന്ന പ്രോബ്ലംസ് അല്ല, ഡെൻ്റൽ റിലേറ്റഡ് പ്രോബ്ലംസ് അല്ല ഒരു ഡയബറ്റിക് ഇൻഡിവിജ്വലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഡയബറ്റിക് ഇൻഡിവിജ്വലിൽ ഉണ്ടാകുന്നത് നോർമലി ഒരു പല്ലിൻ്റെ സ്ട്രക്ചർ ഘടനയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിന് 2 ഭാഗം, ഒന്ന് മേളിൽ നമ്മൾ കാണുന്ന ക്രൗൺ എന്ന് പറയുന്ന ഭാഗം, മറ്റേ കാണാത്തൊരു ഭാഗം, ഇതിനേക്കാളും നീളമുള്ളൊരു ഭാഗം വേര്. ഈ വേരിനെ താടിയെല്ലുകൾ വളരെ ബലമായിട്ട് ആവരണം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബലമാണ് പല്ലിൻ്റെ ലൈഫ്. എന്ന് ഈ ബലം കുറയുന്നുവോ അല്ലെങ്കിൽ ക്ഷയിക്കുന്നുവോ അന്ന് പല്ലുകൾ ആടിത്തുടങ്ങുന്നു, പൊഴിയുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് അത് കയറുന്നു. ഇതാണ് അതിൻ്റെ നോർമൽ. ഈ ജംഗ്ഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ടാണ് മറ്റൊരു പ്രൊട്ടക്റ്റീവ് സോൺ ദൈവം തന്നപ്പോൾ തന്നെ അത് വന്നിരിക്കുന്നത്. അതാണ് ഗം. അതൊരു ഷീൽഡ് പോലെ, ഒരു ഷർട്ട് പോലെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ് അതിനെ. അപ്പോൾ ഇതാണ് നോർമലായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ. വാട്ട് ഡയബറ്റിസ് ഡസ് ഇസ്, ഡയബറ്റിസ് ക്വസ്റ്റ്യൻസ് ദിസ് പെർട്ടിക്കുലർ സ്ട്രോങ് ബോണ്ട്. ഈ പല്ലിൻ്റെ റൂട്ടും താടിയെല്ലും മോണയുമായിട്ടുള്ള ഈ ബന്ധത്തിനെ, അല്ലെങ്കിൽ ഈ ദൃഢമായിട്ടുള്ള ഈ ഇമ്പോർട്ടൻ്റ് ഇന്നവിറ്റബിൾ റിലേഷൻഷിപ്പിനെ അത് ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവഞ്ച്വലി റൂട്ടിൽ നിന്നും പതുക്കെ ഈ ബോൺ വിട്ട് താഴോട്ട് പോകുന്നു. അതിൻ്റെ പരിണത ഫലമായിട്ട് മോണയും താന്നു പോകുന്നു. ഡയബറ്റിക് ഇൻഡിവിജ്വൽസ് വന്ന് പറയുന്നത് എൻ്റെ പല്ല് വായിൽ വളരുന്ന പോലിരിക്കുന്നു, പല്ലിന് കുറച്ച് ബലക്കുറവ് ഉണ്ടാകുന്ന പോലിരിക്കുന്നു, പല്ലുകളുടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നു. ഇതെല്ലാം ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കണ്ടീഷനുമായിട്ടാണ് അതിൻ്റെ റിലേറ്റഡ്. പല്ല് അതിൻ്റെ ഫൗണ്ടേഷനിൽ, എൻ്റെ ബേസിലെ എല്ലുമായിട്ടുള്ള ബന്ധത്തിൽ വിച്ഛേദിച്ച് പോകുമ്പോൾ പല്ലുകൾ ചലിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് വരും. അതാണ് സ്പേസിങ്, ആദ്യത്തെ ലക്ഷണം.
അപ്പോൾ ഈ പ്രോബ്ലം ഡയബറ്റിസ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഡയബറ്റീസിൻ്റെ റോള്. അതെ. മറ്റൊരു ഡെൻ്റൽ കോമൺ ആയിട്ട് നമ്മൾ ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഇൻഫെക്ഷനാണ് മോണരോഗം, അതെ. പെരഡോണ്ടൈറ്റിസ്, മോണരോഗം, പയോറിയ എന്നൊക്കെ പറയുന്ന മോണയിൽ നിന്നുണ്ടാകുന്ന പഴുപ്പ്. മോണരോഗവും എഫക്റ്റ് ചെയ്യുന്ന ഇതേ സിസ്റ്റത്തിനെ ഇതേ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഡയബറ്റിക് ഇൻഡിവിജ്വൽസിലുള്ള ഒരു പ്രൈമറി റിക്വയർമെൻറ്റ് അവരുടെ ഓറൽ ഹൈജീൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് ഈ സിസ്റ്റത്തിനെ ബാധിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഇത് വീക്കാണെന്നുണ്ടെങ്കിൽ ദർ ആർ 2 മെക്കാനിസംസ് എഫക്റ്റിംഗ് ഓൺ ദ സെയിം സിസ്റ്റം. അതൊരു ഭയങ്കര കറ്റാസ്ട്രോഫിക് ഡെട്രിമെൻ്റൽ ആയിട്ടുള്ളൊരു വീക്കനിങ് ഫേസിലോട്ട് കടന്നു പോകും. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ, പ്രമേഹ രോഗികൾ എന്ന് മാത്രമല്ല, പലരും നമ്മൾ വിചാരിക്കുന്ന നമുക്കറിയാവുന്ന ഒരു രീതിയുണ്ട് ഓറൽ ഹൈജീനിന് വേണ്ടിയിട്ട്. അത് വളരെ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ കരുതുകയും എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പലരും പറയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുക. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഈ പ്രമേഹ രോഗികൾ വിശേഷിച്ചും എന്ത് തരത്തിലാണ് ഈ ഓറൽ ഹൈജീൻ സൂക്ഷിക്കേണ്ടത്? ഹൈജീൻ ഇപ്പോൾ പ്രമേഹ രോഗി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഹൈജീൻ ഓപ്റ്റിമം ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് അവർ 1 തൊട്ട് 1.5 വർഷത്തിനിടയ്ക്ക് ഉള്ളിൽ ഒരു കൺട്രോൾഡ് ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെൻ്റൽ ഇവാലുവേഷൻ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ അതിൻ്റെ അർത്ഥം പലരുടെയും മനസ്സിലുള്ള ഡെൻ്റൽ ഇവാലുവേഷൻ നമ്മൾ പറയുന്നത് ഡെൻ്റൽ ക്ലീനിങ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ല. അതിൻ്റെ ഫാക്റ്റ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെപ്പോസിഷൻസ് എവിടെയെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് മാനർ, ഡെപ്പോസിഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ എന്നാലും ഡെപ്പോസിറ്റ്സ് ഇല്ലാതെ മോണ താഴാം എപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡയബറ്റിസ് കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഡയബറ്റിക് കൺട്രോൾ കമ്പൈൻ വിത്ത് ഓറൽ ഹൈജീൻ്റെ ഏറ്റവും ഫേസ് അത് എങ്ങനെ ഇപ്പോൾ സ്മിത ചോദിച്ചതിൻ്റെ ആൻസറായിട്ട് ട്വൈസ് ഡെയിലി പലരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ 8 പ്രാവശ്യം ബ്രഷ് ചെയ്യും, പക്ഷേ വായിൽ ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഇരിക്കുന്നു. അപ്പം ബ്രഷിങ് ഈസ് എ ടെക്നിക് സെൻസിറ്റീവ് മെക്കാനിസം. ബ്രഷിങ് ഇന്ന രീതിയിൽ ഒരു പല്ലിന് ചുറ്റളവ് നോക്കുമ്പോഴത്തേക്കും 360 ഡിഗ്രി ഒരു ചുറ്റളവുണ്ട്. പല്ലിൻ്റെ വെളിയിൽ കാണുന്ന ഭാഗം നമ്മളെല്ലാവരും വളരെ മനോഹരമായിട്ട് ക്ലീൻ ചെയ്യും. ഉള്ളിലത്തെ ഭാഗം ഒരു പരിധി വരെ, കാരണം ഒരു ബ്രോഡർ സർഫേസ് ആയതുകൊണ്ട് പക്ഷേ ഇതിന് ഇടയ്ക്കുള്ള ഭാഗമുണ്ട്, 2 പല്ലുകൾ യോജിക്കുന്ന ഭാഗം, പ്രോക്സിമൽ സർഫേസസ്. ഈ സർഫേസിലോട്ട് ബ്രഷ് കയറുന്നുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളതാണ് ടെക്നിക്ക്. പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ അതിനിടയ്ക്കോട്ട് ബ്രഷ് കയറുന്നുള്ളൂ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ആ ടെക്നിക്ക് അവലംബിക്കുക വേർട്ടിക്കലായിട്ട്. അവിടെയാണ് നമ്മൾ ഈ വേർട്ടിക്കൽ ബ്രഷിങ്, മോണോ തൊട്ട് മോണോ വരെ ബ്രഷ് ചെയ്യുക, പല്ലിൻ്റെ ഇനാമലിൻ്റെ കോൺഫിഗറേഷന് പാരലായിട്ട് ബ്രഷ് ചെയ്യുക. മോണയിൽ നിന്നും ബ്രഷിങ്ങിൻ്റെ പേർപ്പസ് മോണയെ പല്ലിലോട്ട് അടുപ്പിക്കുക, മോണയെ പല്ലുമായിട്ട് മസാജ് ചെയ്ത് അടുപ്പിക്കുക, പല്ലിനെ ക്ലീൻ ചെയ്യിക്കുക. ഇങ്ങനെ ഒരുപാട് പേർപ്പസുകൾ പറയുന്നതിൻ്റെ സതുദ്ദേശം ഇതാണ്. അപ്പം മോണ തൊട്ട് ബ്രഷിങ്ങിൻ്റെ ടെക്നിക്ക് ഇമ്പോർട്ടൻറ്റ്, പ്ലസ് ട്വൈസ് ഡെയിലി, മോർണിംഗും നൈറ്റും. അവസാനം രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പേ അവസാനം ചെയ്യുന്ന ഒരു മെഷറായിട്ട് ബ്രഷിങ്ങിനെ ഇത് ചെയ്യുക. അപ്പോൾ അത് കമ്പൈൻ വിത്ത് ഡയബറ്റിക് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ഇൻഡിവിജ്വൽസിൻ്റെ ഓറൽ ഹൈജീൻ ലെവൽ ഈസ് ഗുഡ്. ഡയബറ്റിസ് കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ സിസ്റ്റത്തിനെ ബാധിക്കണം എന്നില്ല. മറ്റൊന്ന്, ഇപ്പോൾ പ്രമേഹ രോഗികളോട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കണ്ണുകളുടെ ഇത് കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യണം, കൃത്യമായി 1 വർഷം കൂടുമ്പോൾ ഒന്ന് ചെക്കപ്പിന് പോകണം. അപ്പോൾ അതുപോലെ തന്നെ പല്ലിൻ്റെ സംരക്ഷണവും പ്രധാനമാണ് അല്ലേ ഡോക്ടറെ കാണേണ്ടത്? കൃത്യമായിട്ട് 1 വർഷത്തിലൊരിക്കലൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡയബറ്റിക് ഇൻഡിവിജ്വൽസിന് അവരുടെ ഇത് കൺട്രോൾഡ് അല്ല, ഇപ്പോൾ ഇച്ചിരി വീക്കനിങ് ഉണ്ടായി, എന്ത് ചെയ്യാമെന്നുള്ള ഒരു സംശയം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്കനിങ് ഫേസ് വന്നു കഴിയുമ്പോൾ തുടക്കത്തിൽ ഇപ്പം ഈ വേരിനെ ആവരണം ചെയ്തിരിക്കുന്ന എല്ല് പെട്ടെന്ന് പൊടുതനെ പിടുത്തം വിട്ടങ്ങ് പോകുന്നില്ല. ഒരു റൂട്ടിൻ്റെ ലെങ്ത് ഒരു 12 മില്ലിമീറ്റർ 13 മില്ലിമീറ്റർ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇതുള്ളത്. അപ്പോൾ ഈ 13 മില്ലിമീറ്ററും ഒരു രാത്രി കൊണ്ടങ്ങ് നഷ്ടപ്പെടുന്നില്ല. ഇത് ക്രമേണ സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ആദ്യം നമ്മളിപ്പോൾ ഈ 1.5 വർഷത്തിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ആ മോണരോഗയുടെ രോഗ വിദഗ്ധൻ ഇത് കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ അഡ്വൈസ് ഈസ് ഓൾവേസ് എ ഗുഡ് തിങ് ഫോർ ഹിം. അപ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യാം, ഈ അസുഖത്തിനെ ചികിത്സിക്കാം, മോണയുടെ ചികിത്സ അവർക്ക് കൊടുക്കാം. ഇഫ് ഇറ്റ് ഈസ് ഇൻഫെക്ഷ്യസ് അത് അതിൻ്റെ റൈറ്റ് മെക്കാനിസത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തിങ്സ് ആർ ഓൾ സോർട്ടഡ് ഔട്ട്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഡോക്ടർ. അതെ, ചോദിച്ചോളൂ. എനിക്ക് ഷുഗർ ഉണ്ട്, പക്ഷെ എനിക്ക് ഷുഗർ കൂടുമ്പോ ബ്ലഡ് മോണയിൽ നിന്നൊക്കെ പിന്നെ മോണവേദന ഉണ്ട്. ഇത് ഈ ബ്ലീഡിങ് ഗംസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന പോലുള്ള ഇതിൽ ബ്ലീഡിങ് ഗംസ് എന്ന് പറയുന്നത് മോണരോഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകളിൽ, മോണരോഗത്തിന് 5 ഗ്രേഡ് ഉണ്ട്, അവസാനത്തെ ഗ്രേഡാണ്. അപ്പോൾ അതിൻ്റെ 1ഉം 2ഉമായിട്ടുള്ള ഗ്രേഡ്സിലാണ് നമ്മൾ നോർമലായിട്ട് ഈ ബ്ലീഡിങ് ഗംസ് കാണാറുള്ളത്. അത് കഴിയുമ്പോൾ ബ്ലഡ് മാറി നമ്മളൊന്നും കാണുന്നില്ല. അപ്പോൾ കാണാതെ വരുമ്പോഴത്തേക്കും അത്
അത് കുറച്ചുകൂടെ മോശപ്പെട്ട സ്റ്റേജിലോട്ട് കടക്കുകയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും എൻ്റെ ബ്ലീഡിങ് മാറി, അതുകൊണ്ട് എല്ലാം സുഖമായി എന്നുള്ളൊരു ധാരണയായിരിക്കും നമുക്കുള്ളത്. പക്ഷേ അത് പിന്നെ അത് പസ്സാണ് ഡിസ്ചാർജ്. പസ് നമ്മൾ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും നമ്മൾ തിരിച്ചറിയും. പസ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഒരു ഡിസ്റ്റേസ്റ്റ്, ഒരു ബാഡ് ബ്രത്ത്, ഇതൊക്കെയാണ് പിന്നെ ഉള്ള ഇതിൽ. 4ാമത്തെ ഗ്രേഡ് ആകുമ്പോഴത്തേക്ക് അത് പല്ലുകൾ അനങ്ങി തുടങ്ങുന്നു. 5ാമത്തേൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഫാൾ ഓഫ്. അതുകൊണ്ട് നമുക്ക് ഈ ബ്ലീഡിങ് ഗംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏർലിയസ്റ്റ് ഒരു ഫേസിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഇത് സുഖമായിട്ട് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിരിക്കണം. അപ്പോൾ മോണയുടെ ചികിത്സ അനിവാര്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു സ്റ്റേജ് ആയിരിക്കണം. അതിനാദ്യം ചെയ്യേണ്ടുന്നത് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുക്ക പോവുക. അവരൊരു എക്സ്റേ എടുക്കും. എല്ലാ പല്ലും മോണയും എല്ലും തിരിച്ചറിയാൻ, പല്ലും എല്ലുമായിട്ടുള്ള ബന്ധം തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്റേ കഴിഞ്ഞിട്ട് മോണയുടെ സ്പെഷ്യലിസ്റ്റിനെ കാണണം. ഇതിനിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡയബറ്റീസ് കൺട്രോൾഡ് ആണോ, അതിൻ്റെ ഡയബറ്റോളജിസ്റ്റോ മെഡിക്കൽ ഡോക്ടറോ അത് കൺട്രോൾഡ് അല്ലാന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കണം. ഇതെല്ലാം ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പല്ലുകളെ സംരക്ഷിക്കാൻ വലിയ പ്രയാസമൊന്നും കാണില്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ് ഈ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അസുഖങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് ഡോക്ടറോട് പറയേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു, അല്ലേ? ആവശ്യമാണ്. അസുഖങ്ങൾ പലതരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ. മറ്റൊന്ന്, ഹൃദ്രോഗികളാണ് കൂടുതൽ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ ഹൃദ്രോഗം ഉള്ളവർ, അല്ലെങ്കിൽ ഇതിന് ഹൃദയാഘാതം വന്നവർ, ചികിത്സയിലിരിക്കുന്നവർ, മരുന്ന് ഉപയോഗിക്കുന്നവർ, ദന്ത സംരക്ഷണത്തിന് എന്താണ് ചെയ്യേണ്ടത്? ദന്ത ചികിത്സയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇറസ്പെക്റ്റ് ഓഫ് ഏജ്, ഇപ്പോൾ ഏജിൽ വലിയൊരു കാര്യമൊന്നുമില്ല. എല്ലാ അസുഖങ്ങളും ഏത് ഏജിലും വരാമെന്നുള്ളൊരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ. അപ്പം നമ്മളിപ്പോൾ ഒരു ബ്രീഫ് ഹിസ്റ്ററി എടുക്കുന്നതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഇതര മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാ ഡോക്ടേഴ്സും ചോദിക്കും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇത് പറയണം. ഹൃദ്രോഗത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫേസ്, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ആൾക്കാർ പലപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഒരു 4-5 വർഷത്തിനകത്ത് എനിക്കൊരു അറ്റാക്ക് ഉണ്ടായി, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഇതൊക്കെ അവർ ഓർത്തിരിക്കുകയുള്ളൂ. പണ്ട് കുഞ്ഞിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നോ, ഒരു സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടായിരുന്നോ, ഒരു വാൽവുലാർ ഡിസീസ് ഉണ്ടായിരുന്നോ, അതിൻ്റെ ആൻറ്റിബയോട്ടിക് ഞാൻ ഒരുപാട് വർഷം എടുത്തു, അത് ചിലപ്പോൾ ഒരു 50 വയസ്സായ ഒരാൾ വന്ന് പറയണം എന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം പറയണം എന്നുള്ളത്. കാരണം അതല്ലാതെ നമുക്കൊരു ഹിസ്റ്ററി ടേക്കിങ്ങിൻ്റെ ഡെപ്തിലോട്ട് ഇറങ്ങിയാലും ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വി ആർ സ്റ്റക്ക്. അപ്പോൾ അതൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പലപ്പോഴും മറ്റു ഡോക്ടേഴ്സിനെ എപ്പോഴെങ്കിലും കണ്ടതിൻ്റെ ആ ഒരു ഇത് കാണാം. പക്ഷേ ഒരു ക്ലിനിക്കിൽ ഒരു വ്യക്തി പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്നും ഇതെല്ലാം പറഞ്ഞേ പറ്റുള്ളൂ. നിർബന്ധപൂർവ്വം അത് രോഗികൾ പറയണം, അതിന് സംശയമില്ല. ഇനി ഹൃദ്രോഗത്തിന് നോർമലി ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിയുന്ന വ്യക്തികൾ, അവർക്ക് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു അസുഖത്തിൽ മരുന്നുകളിൽ ഒന്ന് ബ്ലഡ് തിന്നേഴ്സ് ആയിരിക്കും. ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള, വീണ്ടും ഒരു ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതലായിട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഏത് രീതിയിൽ ഹാനികരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൽ പല്ലെടുക്കുന്നു, സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തി ആടുന്ന പല്ലുമായിട്ട് വരുന്നു, എടുക്കാൻ പറയുന്നു, അവർക്ക് ആ ബ്ലീഡിങ് നിൽക്കണമെന്നില്ല. അപ്പം അത്തരത്തിലുള്ള വ്യക്തികളെ ഡോക്ടറിൻ്റെ കൺസെൻറ്റോടുകൂടി, ചില സിറ്റുവേഷൻസിൽ കാർഡിയോളജിസ്റ്റിനോ ഫിസിഷ്യനോ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആരാണോ ചികിത്സിക്കുന്ന ഡോക്ടർ, അവരെ സ്ക്രീൻ ചെയ്തതിന് ശേഷം അവർക്ക് ഈ മരുന്ന് നിർത്താൻ പാടില്ലയോ എന്നുള്ളൊരു അഡ്വൈസിൻ്റെ പുറകിലാണ് നമ്മളത് ചെയ്യേണ്ടത്. പിന്നെ ചില കൈൻഡ് ഓഫ് ഡിസീസ് ഉള്ളവർക്ക് ഇതിൻ്റെ മറ്റൊരു വശത്തിലുള്ള ആൻറ്റി കൊയാഗുലൻസ് എന്ന് പറയുന്ന വാർഫാരിൻ പോലുള്ള മരുന്നുകൾ, അവർക്ക് നോർമലി ഇത് നിർത്തരുത് എന്നുള്ളതായിരിക്കും അവരുടെ പക്ഷം. ബാക്കിയുള്ള മരുന്നുകൾ ചിലപ്പോൾ എക്കോസ്പിരിൻ പോലുള്ള മരുന്ന് നിർത്താൻ പറയാറുണ്ട്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അത് കാർഡിയോളജിസ്റ്റാണ് അഡ്വൈസ് തരുന്നതും കാർഡിയോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്കായിരിക്കും നമ്മുടെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഒരു വ്യക്തികൾ, ഈ കാർഡിയാക് ഇഷ്യൂസ് ഉള്ളവർ, കാർഡിയോളജിസ്റ്റിൻ്റെ കൺസെൻറ്റ് ഡെഫിനറ്റ്ലി വേണം. പക്ഷേ അവർക്ക് റൂട്ട് കനാലുകളിൽ ഒരു പോടുള്ള പല്ല് വന്നു, ഒരു പോട് വലുതായി പല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന മാംസഭാഗം വരെ എത്തി, അതൊരു ഭയങ്കര പെയിൻഫുൾ ഒരു ഫേസായി മാറി. ആ വ്യക്തികൾക്ക് റൂട്ട് കനാൽ ചെയ്യാൻ നമുക്ക് ഈ മരുന്നുകളൊന്നും പലപ്പോഴും നിർത്തണമെന്നില്ല. നിർത്താതെ ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ് ഡെന്റലിലുണ്ട്, നിർത്തി ചെയ്യേണ്ടുന്ന പ്രൊസീജിയേഴ്സും ഉണ്ട്. ഡോക്ടർ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. എന്റെ പേര് രതീഷ്, പറഞ്ഞോളൂ കേട്ടോ. എന്റെ പേര് രതീഷ്, കരുനാപ്പള്ളി എന്നാ വിളിക്കുന്നത്. കുട്ടിയുടെ കാര്യത്തിലുണ്ട്, 3.5 വയസ്സുള്ള മകന് വേണ്ടിയാ. ഈ പല്ല് മൊത്തം പുഴുപ്പല്ല. അതിന് ഈ 2 ആഴ്ചയൊക്കെ കൂടിയിരിക്കുമ്പോൾ തന്നെ ഇത് നീര് കൊള്ളും. ഇടവിട്ട് ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ആന്റിബയോട്ടിക്സ് കൊടുത്തു.
പിന്നെ ഡെന്റിസ്റ്റിനെ കാണിച്ച കുട്ടികളുടെ ആ ദന്ത വിഭാഗത്തിൽ കാണിച്ചപ്പോൾ ഇത് പിന്നെ റൂട്ട് കനാൽ ചെയ്യണമെന്നാ പറഞ്ഞു. ഇത് റൂട്ട് കനാൽ ചെയ്താൽ ഈ കുട്ടി ഇതിന് അത്ര ഇതല്ല, നമ്മൾ അത്ര മറ്റ് വാ തുറന്ന് ചെയ്യാനൊന്നും ഇരിക്കത്തില്ല. ഇത് അങ്ങനെ ചെയ്തോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ അനസ്തേഷ്യ കൊടുത്ത് ചെയ്താലോ അങ്ങനെ അല്ല? ഈ 3-3.5 വയസ്സെന്നൊക്കെ പറയുന്നത് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഫേസാണ്. പക്ഷേ പല്ലുകളുടെ ആ ഇൻഫെക്ഷൻ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇൻഫെക്ഷൻ മാറ്റണം. കാരണം ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ പല്ലുകൾ ഇൻഫെക്റ്റഡ് ആയി, ഇതിൽ നിന്നുള്ള ഇൻഫെക്ഷൻ എല്ലിലോട്ട് കടക്കുന്നു. എല്ലിൽ ഈ പല്ലുകളുടെ ചുവടിലായിട്ടാണ് നമുക്ക് പെർമനൻറ്റ് പല്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻഫെക്ഷ്യസ് മീഡിയയിൽ അതിരുന്ന് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ ഫേസിനെ തന്നെ ഇതെന്തെങ്കിലും ബാധിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാധിപ്പ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ ഹാസ് ടു ബി കൺട്രോൾഡ്. അതിന് ഈ 3-3.5 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും പിള്ളേർ ഇരിക്കാൻ പ്രയാസമാണ്. അതും ഒരുപാട് പല്ലുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഒരു പീഡിയോഡോണ്ടിസ്റ്റ് ആദ്യം ഒരു ക്ലിനിക്കിൽ ലോക്കൽ പ്രൊസീജിയറായിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യട്ടെ. അത് ട്രൈ ഔട്ട് ചെയ്തിട്ടും ആ കുട്ടിയെ കംപ്ലൈൻറ്റ് ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു ലൈൻ. ഓക്കെ ഡോക്ടർ, ഇപ്പം കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇതുപോലെയുള്ളത് പലതും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? കാരണം പലർക്കും ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ പ്രായത്തിൽ ഇത് ചെയ്യുന്നത് ശരിയാണോ? പണ്ടുള്ളവർ പറയും ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് 18 വയസ്സൊക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് പറയും. ഇപ്പം നേരത്തെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ആണ്. എപ്പോൾ ഇൻഫെക്ഷൻ, ഇപ്പോൾ ഒരു കുഞ്ഞിന് 1.5 വയസ്സ് 2 വയസ്സിൽ ഇൻഫെക്റ്റഡ് ആയോ ആ ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ വിൽ സ്പ്രെഡ്. പക്ഷേ പല്ലുകളുടെ പൊസിഷനിലുള്ള വേരിയേഷൻ, തള്ളലിലുള്ള വേരിയേഷൻ, പല്ല് ഒന്നിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു ഗ്രോൺ അപ്പ് ഫേസിന് ശേഷമായിരിക്കും. എന്നാലും ഇപ്പോൾ അത് പറയുമ്പോഴും അപ്പോൾ ഇൻഫെക്ഷൻ നമ്മൾ എപ്പോൾ പ്രോബ്ലം ഉണ്ടോ അന്നേരം അതിനെ ട്രീറ്റ് ചെയ്യുക. ഏർലിയർ ദ ബെസ്റ്റ്. ഇപ്പോൾ 3 വയസ്സുള്ള ഇൻഫെക്ഷൻ 4 വയസ്സാകുമ്പോഴത്തേക്കും ഒരുപാട് അതിൻ്റെ സ്ട്രക്ചർ, പല്ലിനെ ഷേപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുമായിട്ട്, എല്ലിൽ ഒരുപാട് ഇൻഫെക്ഷൻ, തളം കെട്ടിക്കുക, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുമായിട്ടായിരിക്കും അതിൻ്റെ പ്രോഗ്രഷൻ. അത് പ്രോഗ്രസ് ചെയ്ത് വേറെ സർട്ടൻ ഫോംസ് ഓഫ് ഇൻഫെക്ഷൻ ഒന്നിൽ നിന്ന് അപ്പുറത്തോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഫെക്ഷൻ ഹാസ് ടു ബി കൺട്രോൾഡ്. പക്ഷേ താടി എല്ലുകളുടെ വളർച്ച, ഇതെല്ലാം ഈ 13 വയസ്സ് 14 വയസ്സെന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് വളർച്ചയുടെ പീരീഡാണ്. അപ്പോൾ ഈ വളർച്ച നടക്കുന്ന സമയത്ത് ചിലർക്ക് നമ്മൾ കണ്ടു കാണും താടിയെല്ലാം ഒരുപാട് വെളിയിൽ നിൽക്കുന്നു വളർന്ന്, അല്ലെങ്കിൽ മേളിലത്തെ പല്ലുകൾ ഒരുപാട് ഉന്തി നിൽക്കുന്നു, അവർ ചിരിക്കുമ്പോൾ ഒരുപാട് മോണ വെളിയിൽ കാണുന്നു. അപ്പോൾ ഇതെല്ലാം സ്കെലിറ്റൽ ഗ്രോത്തിലുള്ള ഡിഫോമിറ്റീസ് ആണ്. അപ്പോൾ ഈ സ്കെലിറ്റൽ ഗ്രോത്തിലുള്ള ഡിഫോമിറ്റി നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു സർട്ടൻ പ്രൊസീജിയേഴ്സ് ഡ്യൂറിങ് ദ ഗ്രോയിങ് ഫേസ്. അപ്പോൾ അത് ഗ്രോത്തിന് ഇടയ്ക്ക് തന്നെ ഇത് ചെയ്യണം. അത് തീർന്നിട്ടെന്നല്ല, അത് വളരുന്ന പ്രായത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി കുഞ്ഞുങ്ങൾക്ക് 9 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഗ്രോത്ത് മോഡിഫിക്കേഷൻ അപ്ലയൻസ്, ഇങ്ങനെ ഒരുപാട് അപ്ലയൻസുകളുണ്ട്. അത് പൂർത്തീകരിക്കുന്നത് 13-14 വയസ്സിനുള്ളിൽ, വളർച്ച തീരുന്നതിന് മുന്നേ നമ്മൾ പൂർത്തീകരിക്കുകയും വേണം. മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം കിഡ്നി സംബന്ധം, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പലപ്പോഴും ഈ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതെല്ലാം വരുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കിഡ്നി സംബന്ധമായിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ഏത് തരത്തിലുള്ള പല്ലിൻ്റെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അവർ ചികിത്സിക്കേണ്ടത്? കിഡ്നി സംബന്ധമായിട്ട് അസുഖം ഉള്ളവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലാണ്. അവർക്ക് ഇന്ന രീതിയിൽ ഇപ്പോൾ ഡയബറ്റിക് ഇൻഡ്യൂസ്ഡ് റീനൽ പെത്തോളജി ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഡയബറ്റീസിൻ്റെ ഒരു എഫക്റ്റ് അതിൽ കാണും. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തി റീനൽ ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തി കിഡ്നി ട്രാൻസ്പ്ലാന്റ് പോലുള്ള ഒരു സർജറിക്ക് വിധേയനാകാൻ തയ്യാറെടുത്ത് വരുന്ന ഇതാണെങ്കിൽ അവരുടെ വായിൽ ഇൻഫെക്ഷൻ്റെ ലാഞ്ചനുകൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള. അപ്പോൾ ആ ഒരു റൂളിംഗ് മെക്കാനിസം വർക്കപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ്. അവർക്ക് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ എടുക്കുക. അപ്പോൾ അവർക്കും പല്ലെടുക്കാം, എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യാം, പ്രൊവൈഡഡ് നെഫ്രോളജിസ്റ്റിൻ്റെ കൺസെൻറ്റ്. ഒന്ന്, മെഡിക്കേഷൻ്റെ പുറത്ത് ഒരുപാട് ഓവർലോഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് മരുന്നുകളുണ്ട്. അതിൽ ഏറ്റവും ചുരുക്കമായിട്ട് നമ്മൾ പറയേണ്ടുന്ന, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, വേദന സംഹാരികൾ അശേഷം എടുക്കാൻ പാടില്ലാത്തൊരു കാറ്റഗറി റീനൽ ഇഷ്യൂസ് ഉള്ളവരാണ്.
അപ്പോൾ അവർക്ക് സാധാരണ ഇപ്പോൾ പലരും പല്ലുവേദന വരുമ്പോഴത്തേക്കും ഫാർമസിയിൽ പോകുന്നു, ഒരു മരുന്ന് ഉപയോഗിക്കുന്നു, മരുന്ന് കഴിക്കുന്നു. അപ്പം ഒട്ടുമുക്കാൽ വേദന സംഹാരികളും ഇങ്ങനെ അക്രോസ് ദ കൗണ്ടർ വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കാറ്റഗറിയാണ് അവർ. അവർക്ക് കഴിക്കാവുന്ന വളരെ ചുരുക്കമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, അതിൽ വേണം നമ്മൾ നിന്ന് കളിക്കാനായിട്ട്. അതൊന്ന്. രണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡയാലിസിസിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത്. ഡയാലിസിസ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം. അപ്പോൾ നെഫ്രോളജി കൺസെൻറ്റ്, മെഡിക്കൽ ഇവാലുവേഷൻ, ഡെൻ്റൽ ഇവാലുവേഷൻ, ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ഫോളോഡ് ബൈ ക്യാരിയിങ് ഔട്ട് ദ ട്രീറ്റ്മെൻറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡയാലിസിസ് ആണ് അവരുടെ ലൈനിൽ. പക്ഷേ ഇത് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യണം. കാരണം ഈ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷനോടുകൂടി നെഫ്രോളജിസ്റ്റ് സർജറിക്ക് ഇവരെ വിധേയമാക്കാറില്ല അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് 65 വയസ്സ് കഴിഞ്ഞു. എന്റെ എല്ലാ പല്ലുകൾക്കും വേദനയാണ്. ഞാൻ ചെറിയ പ്രായം തൊട്ട് ഇടതുവശത്ത് ആയിരുന്നു ഭക്ഷണം ചവച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ കടവായിലുള്ള ഒരു പല്ലിന് ദ്വാരമുണ്ട്. ഇപ്പൊ പിന്നെ ഒരു സാധനവും ചവയ്ക്കാൻ നിവർത്തിയില്ല. അപ്പൊ ആദ്യം പല്ലിന് വലിയ പുളിപ്പും പിന്നെ ചൂടുവെള്ളവും പച്ചവെള്ളവും വായിൽ കൊള്ളാൻ ഒക്കാത്തൊരു സ്ഥിതി വന്നു. ഒരു സാധനവും വായിലോട്ട് ചവയ്ക്കാൻ വയ്യാതായി. ഈ പല്ലിൽ പോടുകൂടെ വന്നതിന് ശേഷം ഞാൻ വലത് ഭാഗത്തിട്ട് ചവച്ചു തുടങ്ങി. അവിടെ പണ്ടുപോലെ ചവച്ച് ശീലമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇപ്പൊ അവിടെ വെച്ച് ചവയ്ക്കാൻ വയ്യ, ഒന്നും കഴിക്കാൻ വയ്യ, ഒരു ചപ്പാത്തി പോലും കഴിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ്. ഇപ്പൊ ഞാനൊരു ദന്ത ഡോക്ടറെ കണ്ടിട്ട് പോടുള്ള പല്ല് റൂട്ട് കനാൽ ചെയ്ത് അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ പല്ലിന് മാത്രമല്ല ഈ മറ്റു സൈഡിലുള്ള പല്ലുകൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. പല്ലുകൾക്ക് പൊതുവെ നല്ല തേയ്മാനം ഉണ്ടോ? കാഴ്ചയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. ഇതിപ്പം തുടക്കത്തിൽ ചൂടിനും തണുപ്പിനും പുളിപ്പെന്ന് പറയുമ്പോൾ തന്നെ ഇനാമൽ ഇല്ലാത്ത പല്ലിൻ്റെ ഭാഗങ്ങളാണ് പൊതുവെ മേളിലോട്ട് എക്സ്പോസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വശം. അപ്പോൾ ഇനാമൽ അല്ലാതെ അതിൻ്റെ താഴെയുള്ള സെൻസിറ്റീവ് സോൺസ് എക്സ്പോസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ കോമണസ്റ്റ് ഇത് തേയ്മാനമാണ്. മേളിലത്തെ പല്ലിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്. അപ്പോൾ 65 ഇയേഴ്സ് എന്ന് പറഞ്ഞു, അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് തേയ്മാനം ഉണ്ട്. രണ്ട്, മറ്റൊരു രീതിയിൽ ഇനാമൽ ഇല്ലാത്ത ഭാഗം വെളിയിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മോണയുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഗമ്മിൻ്റെ ഡ്രോപ്പ് വരുമ്പോൾ റൂട്ടിൻ്റെ സർഫേസ് വെളിയിലാവുന്നു. റൂട്ടിൻ്റെ ഏരിയയിൽ റൂട്ടിന് ഇനാമലിൻ്റെ കവറിങ് ഇല്ല, റൂട്ടിന് കുറെ കൂടെ മൃദുവായിട്ടുള്ളൊരു കവറിങ് ആണ്. ആ ഏരിയയിലും പലപ്പോഴും പലർക്കും ഒരു വലിയൊരു തേയ്മാനം പോലുള്ളൊരു ഡെഫിസിറ്റ് കാണാറുണ്ട്. അപ്പോൾ മിക്കവാറും ഇത് ഒരു ആൻറ്റി സെൻസിറ്റീവ് അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് പേസ്റ്റുകളും ഗാർഗിൾസും കൊടുത്ത് ഇതിനൊന്ന് ടാക്കിൾ ചെയ്തിട്ട് ഫില്ല് ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക, റൂട്ട് കനാൽ ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞു, ബാക്കി ഏതെങ്കിലും വേണോ എന്നുള്ള ഡെന്റിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും. അതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.